ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നിയാസ് തലാപ്പിൽ. നമ്മുടെ ചാനലിൽ ഒരുപാട് ആളുകളുടെ ഒരു സംശയമാണ് എങ്ങനെ നമുക്ക് ഓൺലൈനിൽ നിന്ന് പണം സമ്പാദിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ ഓൺലൈൻ ജോബുകളൊക്കെ റിയൽ ആണോ ഫേക്ക് ആണോ എന്നൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു കിഡിൽ നിങ്ങൾക്ക് സിമ്പിളസ്റ്റ് ആയിട്ട് വളരെ അത്ര വലിയ പണിയൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റേബിൾ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ ഏകദേശം 2010 മുതൽ തന്നെ എനിക്ക് ഓൺലൈനിൽ നിന്ന് ഏണിങ്സ് സ്റ്റാർട്ടായിരുന്നു. ഞാൻ എംതുർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആമസോണിൻ്റെ ഒരു ഓൺലൈൻ വർക്കിംഗ് പ്ലാറ്റ്ഫോമിലായിരുന്നു ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിരുന്നത്. ഏകദേശം എൻ്റെ +2 2014 ആകുമ്പോഴേക്കും അത് ജസ്റ്റ് അവർ ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്യുകയും അതിനുശേഷം പിന്നെ ഞാൻ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമുകളെ ഞാൻ ആശ്രയിച്ചിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരുന്നത് ഞാൻ ഫൈവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ നിന്നായിരുന്നു. പക്ഷേ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്കില്ല് വേണമായിരുന്നു അതിൽ നമുക്കൊരു ഏണിങ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് tucaptcha.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. സാധാരണക്കാരനും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓൺലൈൻ ജോബ് വെബ്സൈറ്റ് ആണ് tucaptcha എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും അതുപോലെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഏൺ ചെയ്യാം, അതുപോലെ എങ്ങനെ നിങ്ങൾക്ക് ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഏൺ ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ആദ്യം തന്നെ പറയാം, എന്താണ് ക്യാപ്ച. നിങ്ങൾക്ക് ക്യാപ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് നമ്മൾ ഫേസ്ബുക്ക് പോലെയുള്ള അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ റോബോട്ട് അല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജസ്റ്റ് ഒരു നമുക്കൊരു മനുഷ്യന് മാത്രം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇതുപോലെയുള്ള ഒരു ടെക്സ്റ്റുകളാണ് ക്യാപ്ച എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ക്യാപ്ച കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാപ്ച വാങ്ങാനും പറ്റും. അപ്പോൾ നമ്മളിവിടെ ആസ് എ വർക്കർ ആയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ക്വിക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ വെക്കാം. അപ്പോൾ നോർമലായിട്ട് വലിയ വലിയ വെബ്സൈറ്റുകളിലൊക്കെ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഇമെയിൽ ഫുൾ ഡീറ്റെയിൽസ് അങ്ങനെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഇമെയിൽ ഐ ഡി പാസ്വേഡ് അത്രയും നിങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമുക്കൊരു ക്യാപ്ചയ്ക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ബോട്ടിങ്ങുകൾ ഇതൊരു ഓട്ടോമാറ്റിക് ലോഗിൻ ഒക്കെ തടയാൻ വേണ്ടിയാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ എൻ്റെ മറ്റൊരു ചാനൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഐ ബട്ടൺ ഞാൻ അതിൽ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് സൈൻ ഇൻ ചെയ്യാം. അപ്പോൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെയുള്ള ഒരു ഡാഷ്ബോർഡിലോട്ടാണ് പോകുന്നത്. ഈ ഒരു ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് എല്ലാ പെർഫെക്റ്റ് ആയിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും അവർ നൽകുന്നതാണ്. അപ്പം ഇതിൽ കാണാൻ പറ്റും ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 1000 ഇമേജ് ക്യാപ്ചക്ക് ഏകദേശം $0.7 ആണ്. അതുപോലെ തന്നെ 1000 റീക്യാപ്ചക്ക് $1 വരുന്നത്. അപ്പോൾ ഇമേജ് ക്യാപ്ച എന്ന് പറയുന്നത് നമുക്കൊരു ഇമേജിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് എടുക്കുന്നതും റീക്യാപ്ച എന്ന് പറയുന്നത് ടെക്സ്റ്റുകളുടെ ഉള്ളിൽ നിന്ന് മാറ്റിയെടുക്കുന്നതുമാണ്. അപ്പം ഇത് രണ്ടും നമുക്ക് പർപ്പസിബിൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിതിൽ പല രീതിയിൽ ഏൺ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചും നമുക്ക് നമ്മുടെ ഫ്രീ ടൈമിൽ ക്യാഷ് അല്ലെങ്കിൽ ക്യാപ്ചർ സോൾവ് ചെയ്ത് നമുക്ക് മണി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നോർമലായിട്ട് ഒരു വെബ്സൈറ്റുകളിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് അത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഫുൾ അതായത് ഒരു 10-20 പേജ് നമ്മൾ ടൈപ്പ് ചെയ്ത് കമ്പനിക്ക് അയച്ചു കൊടുത്ത് അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് ശേഷം മാത്രമേ നമുക്ക് എമൗണ്ട് കിട്ടാറുള്ളൂ. അതിൽ തന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ റിജക്ട് ചെയ്യുകയും അപ്പോൾ അതിനുശേഷം പിന്നെ നമുക്ക് 5 പൈസ കിട്ടാത്ത ഒരു അവസരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റന്റ് അപ്രൂവൽ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പണിയെടുത്ത അപ്പം തന്നെ നിങ്ങൾക്ക് കാശ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആദ്യം കമ്പ്യൂട്ടറിൽ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ മേലെ ഡാഷ്ബോർഡ്, പേ ഔട്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റിക്സ് എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആസ് എ വർക്കർ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഡെവലപ്പറും അല്ല, കസ്റ്റമറും അല്ല, നമ്മളൊരു വർക്കറാണ്. അപ്പോൾ സ്റ്റാർട്ട് വർക്ക് എന്ന് കൊടുത്താൽ നേരെ നമുക്ക് ഇതിന്റെ ക്യാപ്ച സോൾവിങ്ങിന്റെ ഈ ഒരു മെനുവിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ നോർമലായിട്ട് റീക്യാപ്ചയാണ് ചെയ്യാറുള്ളത്. കാരണം റീക്യാപ്ച കുറച്ചുകൂടി എമൗണ്ട് നമുക്ക് കൂടുതൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഒരു ചെറിയ ട്രെയിനിങ് തരും എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ സമയം നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്തും നമുക്ക് നമ്മുടേതായ ഒരു എമൗണ്ട് അവിടെ കയറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള രീതിയിലാണ് അവർ ഫസ്റ്റ് ആയിട്ട് നമുക്ക് തരിക. അതിനുശേഷം അവർ നമ്മളെന്തോ ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എവിടെയാണ് മിസ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, സോറി, ഞാൻ ഷിഫ്റ്റ് അടിച്ചു പോയി. അപ്പോൾ നമുക്ക് 48. അപ്പോൾ ഇതുപോലെയുള്ള ക്യാപ്ചകൾ നമ്മൾ ഏകദേശം നമുക്ക് ഡെയിലി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ 272848 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇതിൽ തരാവുന്ന പല രീതിയിലുള്ള ക്യാപ്ചകളും അവർ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ അവർ നൽകുന്നുണ്ട്. അപ്പം
ഇത് നിങ്ങൾ ജസ്റ്റ് സോൾവ് ചെയ്താണ് നിങ്ങൾ ജസ്റ്റ് ശരിയാവേണ്ടത്. അപ്പോൾ 157258997. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള നമുക്ക് ഏകദേശം 42 നമ്മൾ അവർക്ക് ട്രെയിനിങ് പർപ്പസിനായിട്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് അവർ ഓരോ ക്യാപ്ചക്കും അതിൻ്റെതായ അവർ പറഞ്ഞിട്ടുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ ഓരോ ക്യാപ്ച സോൾവ് ആവുന്നതിനനുസരിച്ചും എനിക്ക് ഇവിടെ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിട്ട് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ 3 ക്യാപ്ച സോൾവ് ചെയ്തു. ആ 3 ക്യാപ്ചക്കും എനിക്കൊരു 0.0011 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോളർ എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നെറ്റ് കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏകദേശം സിംപ്ലസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നോർമലായിട്ട് ഇവരുടെ വെബ്സൈറ്റ് ആണ് യൂസ് ചെയ്യാറുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവരുടെ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യാറുള്ളത്, അപ്പോൾ നമുക്ക് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ സ്പീഡൊക്കെ. അപ്പോൾ നമുക്ക് ഏകദേശം ഞാനിപ്പോൾ ഏകദേശം 5 ക്യാപ്ച സോൾവ് ചെയ്തു. അതിനുള്ള എമൗണ്ട് എനിക്ക് അവിടെ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവരുടെ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ റെഫറൽ ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ആയിട്ടും അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പേ ഔട്ട് ആണ്. പേ ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് പണം ട്രാൻസ്ഫർ ചെയ്യാൻ ഇവർ ഏകദേശം വലിയ വലിയ കമ്പനികളൊക്കെ നമ്മൾ ചെയ്യുന്ന കമ്പനികളൊക്കെ 80% അവർ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് നമ്മളെ അടുത്ത് നിന്ന് കമ്മീഷനായിട്ട് വാങ്ങുകയും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏകദേശം $100 $200 ആയാൽ മാത്രമേ നമുക്ക് പേ ഔട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇവരുടെ പ്രത്യേകത നമുക്ക് ഏകദേശം $0.51 വരെ നമുക്ക് അത്രയും ചെറിയ എമൗണ്ട് വരെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെസിഫിക്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോർമലായിട്ട് കാണാത്ത പെയ്ഡ് പ്ലാറ്റ്ഫോമുകളായിരിക്കും. നമുക്ക് ഓൾറെഡി പേടിഎം, ഫോൺപേ ഇങ്ങനെയുള്ളതിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ഏകദേശം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രാൻസ്ഫറിങ് ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഈ പേയ്മെന്റ് മെത്തേഡുകളൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ 100% ആയിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് കൺഫേം ആയിട്ടും എമൗണ്ട് ലഭിക്കുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ് ഈ ഒരു ടു ക്യാപ്ച എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കൂടുതൽ പ്രൈസ് എമൗണ്ട് ഇതിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ ഒരു കാര്യം വിട്ടു, നമുക്ക് ഇത് സോഫ്റ്റ്വെയർ ആയിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു API ഉപയോഗിച്ച് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെയുണ്ട്. ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ചൊരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അതായത് നമുക്ക് ഏണിങ്സ് എങ്ങനെയാണ് പേ ഔട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റു വീഡിയോകളായിട്ട് ചെയ്യും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇതിൽ സംശയമുള്ളത് അതൊക്കെ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ആപ്പ് അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിലോട്ട് കയറാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അതിലൂടെ കയറി രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കിടിലൻ വീഡിയോയിൽ കാണാം.